കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായാ പതയേ നമഃ. ശ്രീ സീതാലക്ഷ്മണ ഭരതശത്രുഘ്ന ഹനുമൽ സമേത ശ്രീരാമചന്ദ്രസ്വാമിനേ നമഃ. യത്ര യത്ര രഘുനാഥകീർത്തനം തത്ത തത്ത കൃതമസ്തകാഞ്ജലിം ബാഷ്പവാരി പരിപൂർണലോചനം മാരുതിം നമത രാക്ഷസാന്തകം. നമ്മൾ ഇന്ദ്രൻ്റെ വജ്രായുധം പോലുള്ള ശക്തിയോടും മൂർച്ചയോടും കൂടിയിട്ടുള്ള ബാണങ്ങൾ കൊണ്ട് ലക്ഷ്മണൻ ഇന്ദ്രജിത്തിനെ മുറിവേൽപ്പിച്ചപ്പോൾ ഇന്ദ്രജിത്ത് കുറച്ച് നേരം ബോധം കെട്ടുകിടന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇന്ദ്രിയങ്ങളൊക്കെ തെളിഞ്ഞപ്പോൾ വീരശൗര്യ പരാക്രമിയായിട്ടുള്ള ആ ഇന്ദ്രജിത്ത് തൻ്റെ മുമ്പിലിരിക്കുന്ന ഈ ലക്ഷ്മണനെ കണ്ടിട്ട് ദേഷ്യം കൊണ്ട് ചുമന്ന കണ്ണുകളോടെ ലക്ഷ്മണൻ്റെ നേർക്ക് പാഞ്ഞടുത്തു. എന്നിട്ട് അമ്പുകളെ വില്ലിൽ തൊടുത്ത് ലക്ഷ്മണനോട് ഇങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞ് നമ്മൾ നിർത്തിയത്. എന്താ പറഞ്ഞ്, ആദ്യത്തെ യുദ്ധത്തിൽ നിനക്ക് എൻ്റെ പരാക്രമം കാണാൻ സാധിച്ചിട്ടില്ല ചോട്ടെ, ഞാൻ എന്നാൽ ഇപ്പം എൻ്റെ പരാക്രമം കാണിച്ചു തരാം. എൻ്റെ മുമ്പിൽ നീ ധൈര്യത്തോടെ നിൽക്ക, ഞാൻ എൻ്റെ പരാക്രമം കാണിക്കാം എന്ന് പറഞ്ഞ് 7 ബാണങ്ങൾ ഒന്നിച്ചയച്ചിട്ട് ലക്ഷ്മണനെ മുറിപ്പെടുത്തി എന്ന് പറഞ്ഞാണ് നമ്മൾ നിർത്തിയത്. ഇനി 32, 33. ദശഭിശ്ച ഹനുമന്തം തീക്ഷ്ണധാരൈ ശരോത്തമൈ തഥ ശരശതേനൈവ സംപ്രയുക്തേന വീര്യവാൻ ക്രോധാദ് ദ്വിഗുണസംരബ്ധോ നിർബിഭേദ വിഭീഷണം ലക്ഷ്മണോപി തഥാ ശത്രും ശരവർഷൈരവാകിരത് തീക്ഷ്ണധാരൈഹി ദശഭി ശരോത്തമൈഹി. അതായത് മൂർച്ചയേറിയ 10 ഉത്തമ ശരങ്ങൾ കൊണ്ട് ഹനുമന്തം ഹനുമാനെയും തതഃ ക്രോധാത് ദ്വിഗുണസംരബ്ധ, അതായത് വീര്യവാൻ ദ്വിഗുണസംരബ്ധ വീര്യവാൻ, അതിനുശേഷം ക്രോധം കൊണ്ട് അങ്ങേയറ്റം കോപിഷ്ഠനായിട്ട് ഒന്നും കൂടിയും പരാക്രമം വർദ്ധിച്ചിട്ട് 100 ശരം കൊണ്ട് വിഭീഷണം നിർബിഭേദ, വിഭീഷണോട് അതിലേറെ ദേഷ്യം. കാരണം തൻ്റെ പക്ഷത്തുനിന്ന് പോയി എതിർപക്ഷത്ത് നിൽക്കല്ലേ, വിഭീഷണനെ നേർക്കയച്ചു. ലക്ഷ്മണ അഭി ലക്ഷ്മണനും തഥാ ശരവർഷൈഹി, അപ്രകാരം ശരവർഷങ്ങൾ കൊണ്ട് ശത്രും, അതായത് ഇന്ദ്രജിത്തിനെ അവാകിരത്ത് മൂടിയെന്ന്. എന്താ പറഞ്ഞാൽ ആ യുദ്ധം ഡിസ്ക്രൈബ് ചെയ്യുക. വളരെ മൂർച്ചയുള്ള 10 ഉത്തമ അമ്പുകൾ കൊണ്ട് ഹനുമാനെ മുറിപ്പെടുത്തി ഇന്ദ്രജിത്ത്. പിന്നെയോ ശക്തിയോടുകൂടി വലിച്ചു വിട്ട 100 ശരം കൊണ്ട് വിഭീഷണനെ മേല് മുഴുവൻ മുറിപ്പെടുത്തി. അതായത് ലക്ഷ്മണൻ്റെ നേർക്ക് 7 പറഞ്ഞില്ലേ, 7 അയച്ചു എന്ന് കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞു. ഇതിൽ പറഞ്ഞ് 10 ഒരേ സമയത്ത് 10 അമ്പ അയച്ച് ഹനുമാനെയും ഒരേ സമയത്ത് 100 ശരങ്ങൾ കൊണ്ട് വർദ്ധിച്ച ദേഷ്യത്തോടുകൂടി ഇന്ദ്രജിത്ത് വിഭീഷണനെ മേല് മുഴുവൻ മുറിപ്പെടുത്തി. ലക്ഷ്മണനും വെറുതെ നിന്നൊന്നുമില്ല, ലക്ഷ്മണനും അതുപോലെ തന്നെ വളരെ തീക്ഷ്ണമായിട്ടുള്ള ശരങ്ങളെ കൊണ്ട് ഇന്ദ്രജിത്തിനെയും മൂടി. ദശഭിശ്ച ഹനുമന്തം തീക്ഷ്ണധാരൈ ശരോത്തമൈ തത ശരശതേനൈവ സംപ്രയുക്തേന വീര്യവാൻ ക്രോധാദ്വിഗുണസംരബ്ധോ നിർബിഭേദ വിഭീഷണം ലക്ഷ്മണോപി തഥാ ശത്രും ശരവർഷൈരവാകിരത്. 34. തസ്യ ബാണൈ സുസംവിദ്ധം കവചം കാഞ്ചനപ്രഭം വ്യശീര്യതരതോഭസ്തേ തിലശപ്പതിതം ഭുവി. അതായത് തസ്യ ബാണൈഹി, അവൻ്റെ ബാണങ്ങളാൽ സുസംവിദ്ധം, ഏറ്റവും മുറിവേറ്റതും കാഞ്ചനപ്രഭം കവചം, സ്വർണ്ണ നിറത്തോടു കൂടിയിട്ടുള്ള ആ കവചം, ആർമറി, അതായത് കവചം രഥോഭസ്തേ വ്യശീര്യത, തേരിൽ മുറിഞ്ഞു വീണു ആ സ്വർണ്ണ കവചം. തിലശഹ ഭൂവി പതിതം, എന്നിട്ടോ എള്ള് വീണ പോലെ അത്ര ചെറിയ കഷ്ണമായിട്ട് പൊളിഞ്ഞ് പതിച്ചു. അതായത് എള്ളിൻ്റെ അത്ര കുഞ്ഞിയ കഷ്ണമായിട്ട് അതിനെ ഉടച്ചു, അതായത് പൊടിയാക്കി. അതായത് ലക്ഷ്മണൻ്റെ അമ്പുകൾ ഏറ്റിട്ട്
നിർമ്മിക്കപ്പെട്ട ആ സ്വർണം കൊണ്ടുണ്ടാക്കിയ ആ കവചം തേരിൽ കുഞ്ഞു 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 കുഞ്ഞി പൊടികളായിട്ട്, എള്ളിൻ്റെ അത്ര വലിപ്പത്തിലുള്ള പൊടികളായിട്ട് വീണു. പിന്നെയും ബാണങ്ങളാൽ പിന്നെയും അത് അയച്ചും കൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ എള്ളിൻമണി പോലെ ഈ കവചം മുറിഞ്ഞു വീണു എന്ന്. തസ്യ ബാണൈഹി സുസംവിദ്ധം കവചം കാഞ്ചനപ്രഭം വ്യശീര്യത രഥോപസ്ഥേ തിലശ പതിതം ഭുവി. എള്ളുപോലെ. 35, 36, 37 ഒരു ശ്ലോകം. തതശരസഹസ്രേണ സംക്രുദ്ധോ രാവണാത്മജ ബിഭേദ സമരേ വീരം ലക്ഷ്മണം ഭീമവിക്രമം വ്യശീര്യതാപതദ്ദിവ്യം കവചം ലക്ഷ്മണസ്യ ച കൃത പ്രതികൃതാന്യോന്യം ബഭൂവതുരഭിദ്രുതൗ അഭീക്ഷ്ണം നിശ്വസന്തൗ തൗ യുദ്ധേതം തുമുലം പുനഃ. തതസംക്രുദ്ധ രാവണാത്മജ. അതിനുശേഷം വളരെ ക്രുദ്ധനായിട്ടുള്ള രാവണൻ്റെ മകൻ ഇന്ദ്രജിത്ത്, വളരെ കോപിഷ്ഠനായിട്ടുള്ള ഇന്ദ്രജിത്ത് സമരത്തിൽ ഭീമവിക്രമം വീരം ലക്ഷ്മണം, അതായത് അങ്ങേയറ്റം പരാക്രമശാലിയായിട്ടുള്ള ലക്ഷ്മണനെ ഭേദിച്ച് ലക്ഷ്മണസ്യ ദിവ്യം അഭി കവചം വ്യശീര്യത. ലക്ഷ്മണൻ്റെ കവചത്തിനെ മുറിച്ചു. അന്യോന്യം പകരത്തിന് പകരം ഇങ്ങോട്ട് ചെയ്താൽ അതന്നെ അങ്ങോട്ടും ചെയ്യും. അങ്ങനെ രണ്ടാളും ഇന്ദ്രജിത്തും ലക്ഷ്മണി ഇങ്ങടെ എന്താ ചെയ്താൽ അതായത് ഇന്ദ്രജിത്തിൻ്റെ കവചം മുറിച്ചപ്പോൾ ഇന്ദ്രജിത്ത് ലക്ഷ്മണൻ്റെ കവചം മുറിച്ചു. അങ്ങനെ പരസ്പരം എല്ലാം ഇങ്ങോട്ടും എന്താ ചെയ്ത് പകരത്തിന് പകരം ചെയ്തിട്ട് അഭിദ്രുതവും നേരിട്ട് പറയുന്നവരായിട്ട് ബഭൂവതു ഭവിച്ചു. അഭീക്ഷ്ണം നിശ്വസന്തൗ തൗ. അവർ രണ്ടാളും വയ്യാണ്ടേയിട്ട്, അതായത് തളർച്ചോണ്ടുണ്ട്, കുറച്ച് എന്താ പറയുക ഇങ്ങനെ ശ്വാസം വലിക്കുന്നുണ്ട്. അതാണ് അടിക്കടി ശ്വാസം വലിക്കുന്നുണ്ട്, ക്ഷീണാവുമ്പോഴാണല്ലോ. പുനഃ തുമുലം യുദ്ധേതാം. പിന്നെയും ഭയങ്കരമായിട്ട് യുദ്ധം ചെയ്തുകൊണ്ടേയിരിക്കുക. അതായത് തൻ്റെ കവചം മുറിച്ചപ്പോൾ വളരെ കോപാവിഷ്ടനായിട്ട് ഇന്ദ്രജിത്ത് ശത്രുക്കൾക്ക് ഭയം ഉണ്ടാക്കണ അത്ര വീര്യപരാക്രമത്തോടു കൂടിയിട്ടുള്ള ലക്ഷ്മണനെ അനേകം ശരങ്ങളെ കൊണ്ട് അങ്ങടും മുറിപ്പെടുത്തി. ലക്ഷ്മണൻ്റെ ദിവ്യമായിട്ടുള്ള കവചവും തകർത്തു. പകരത്തിന് പകരം ചെയ്യണ ആ രണ്ടുപേരും അങ്ങടും ഇങ്ങടും പാഞ്ഞുകൊണ്ടും അടിക്കടി ദീർഘനിശ്വാസം വിട്ടുകൊണ്ടും ഭയങ്കരമായിട്ട് യുദ്ധം ചെയ്തു. തതശരസഹസ്രേണ സംക്രുദ്ധോ രാവണാത്മജ ബിഭേദ സമരേ വീരം ലക്ഷ്മണം ഭീമവിക്രമം വ്യശീര്യതാപത ദിവ്യം കവചം. ലക്ഷ്മണൻ്റെ ദിവ്യകവചവും തകർത്തു. ലക്ഷ്മണസ്യ ച പ്രതികൃതാന്യോന്യം, അതായത് അങ്ങടും പകരത്തിന് പകരം ചെയ്യാം. ബഭൂവതുരഭിദ്രുതൗ അഭീക്ഷ്ണം നിശ്വസന്തൗ തൗ യുദ്ധേതം തുമുലം പുന. ഇങ്ങനെ ദീർഘനിശ്വാസം, ഇടയ്ക്കിടയ്ക്ക് ശ്വാസം അടിക്കടി ദീർഘശ്വാസം വസിച്ചുകൊണ്ട് പിന്നെയും യുദ്ധം തുടർന്നു. ശരസംവൃത സർവാംഗൗ സർവതോ രുധിരോക്ഷിതൗ. 38. സുദീർഘകാലം തൗ വീരാവന്യോന്യം നിശിതൈഃ ശരൈഃ അയുധ്യേതാം മഹാസത്തോ ജയാജയ വിവർജിതൗ. ശരസംവൃത സർവാംഗൗ, ശരങ്ങളാൽ മൂടപ്പെട്ട സർവാംഗങ്ങളോട് കൂടിയതും, സർവത രുധിരോക്ഷിതൗ, സർവഭാഗത്തും ചോരൊലിക്കുന്നതുമായ തൗ വീരൗ അന്യോന്യം, ആ രണ്ട് വീരന്മാർ തമ്മിൽ നിശിതൈഹി ശരൈ, നല്ല മൂർച്ചുള്ള ശരങ്ങൾ കൊണ്ട് ജയാജയ വിവർജിതൗ അയുധ്യതാം, അതായത് ജയിക്കണമില്ല തോൽക്കണമില്ല, അങ്ങനെ അവർ യുദ്ധം ചെയ്തു. എന്താ പറയുക, രണ്ടുപേരുടെയും മേല് മുഴുവൻ ശരങ്ങൾ കൊണ്ട് രണ്ടുപേരുടെയും ദേഹം മുഴുവൻ ശരങ്ങൾ കൊണ്ട് മൂടിയിരിക്കുന്നു. രക്തമാണെങ്കിൽ എല്ലാ ഭാഗത്തു നിന്നും ഒഴുകിക്കൊണ്ടിരിക്കുന്നു. രണ്ടാളും മഹാബലവാന്മാരാണ്, വീര്യന്മാരാണ്. രണ്ടുപേരും അങ്ങേയറ്റം മൂർച്ചുള്ള ശരങ്ങൾ അന്യോന്യം പ്രയോഗിച്ച് ഇങ്ങനെ വളരെ നേരം യുദ്ധം ചെയ്തു. ജയവും ഇല്ല പരാജയവും ഇല്ല രണ്ടാൾക്കും. അങ്ങനെ ഒരിക്കലും ഒരാൾ കുറച്ച് നേരം ഒരാൾ ജയിച്ച മറ്റേ പിന്നത്തെ കുറച്ച് നേരം ജയിക്കുക, അങ്ങനെ ആരും ശരിക്കും ജയിക്കുകയും തോൽക്കുകയും ചെയ്യാതെ അനവധി നേരം യുദ്ധം ചെയ്തു. ശരസംവൃത സർവാംഗൗ സർവതോ രുധിരോക്ഷിതൗ സുദീർഘകാലം തൗ വീരാവന്യോന്യം നിശിതൈഃ ശരൈഃ അയുധ്യേതാം മഹാസത്തോ ജയാജയ വിവർജിതൗ. 39, 40, 41.
ഏതസ്മിന്നന്തരേ വീരോ ലക്ഷ്മണ പഞ്ചഭിശരൈ രാവണീഹ സാരഥിം സാശ്വം രഥം ച സമചൂർണയത് ചിച്ഛേദകാർമുകം തസ്യ ദർശയൻ ഹസ്തലാഘവം സോന്യത്തു കാർമുകം ഭദ്രം സജ്യം ചക്രേ ത്വരാന്വിതഃ ത്വച്ചാപമപി ചിച്ഛേദ ലക്ഷ്മണസ്ത്രിഭിരാശുഗൈ തമേവ ഛിന്നധന്വാനം വിവ്യാധാനേകസായകൈഃ. ഏതസ്മിന്നന്തരെ ഇതിനിടയിൽ വീരനായ ലക്ഷ്മണൻ പഞ്ചഭിഹി ശരൈ 5 ശരങ്ങൾ കൊണ്ട് രാവണൻ്റെ മകനായിട്ടുള്ള ഇന്ദ്രജിത്തിൻ്റെ സാരഥിം സാശ്വം രഥം ച, അതായത് സാരഥിയും കുതിരയോടുകൂടിയ രഥത്തെയും പൊടിഭസ്മാക്കി ഹസ്തലാഘവം ദർശയൻ നല്ല കൈവേഗത കാണിച്ചുകൊണ്ട് തസ്യ കാർമുകം ചിച്ഛേദ അവൻ്റെ വില്ലിനെ ഛേദിച്ചു. ത്വരാന്വിതഹാസ വേഗം അവൻ ഭദ്രം അന്യത് കാർമുകം മറ്റൊരു അമ്പെടുത്തിട്ട് സജ്യം ചക്രേ ഞാണ് വലിച്ചു മുറുക്കി ലക്ഷ്മണ ത്രിഭി ആശുകെ ലക്ഷ്മണൻ 3 ബാണങ്ങൾ കൊണ്ട് തത് ചാപം അഭിചിച്ഛേദ, അതായത് ഇന്ദ്രജിത്തിൻ്റെ ചാപം മുറിച്ചു. ഇന്ദ്രജിത്ത് 1 അയച്ചപ്പോൾ 3 അമ്പുകൊണ്ട് അതിനെ മുറിച്ചു. ഛിന്നധന്വാനം തം ഏവ, ആ ഛേദിക്കപ്പെട്ട വില്ലോടുകൂടിയ അവനെ തന്നെയും അനേക സായകൈഹി വിവ്യാധ അനേക ബാണങ്ങൾ കൊണ്ട് വധിച്ചു. ഇതിലിപ്പോൾ ഇന്ദ്രജിത്തിനെ വധിക്കണത് തന്നെ പറഞ്ഞു. അതായത് കുറേ നേരം യുദ്ധം ചെയ്തും പറഞ്ഞില്ല ആരും ജയിക്കും ആരും തോൽക്കുകയും ചെയ്യാതെ. പിന്നെ ഇപ്പോൾ വീരനായ ലക്ഷ്മണൻ എന്താ ചെയ്ത 5 ശരങ്ങൾ കൊണ്ട് ഇന്ദ്രജിത്തിൻ്റെ തേരാളിയും കുതിരകളോട് കൂടിയിട്ട് തേരിനെയും പൊടിഭസ്മാക്കി. എന്നിട്ട് തൻ്റെ കയ്യിൻ്റെ ആ കൈവേഗത പ്രകാശിപ്പിച്ചുകൊണ്ട് അവൻ്റെ വില്ലിനെ മുറിച്ചു. അപ്പം അവൻ വേഗം വേറൊരു വില്ലെടുത്തു, ഞാണ് വലിച്ചു മുറുക്കി. ഇന്ദ്രജിത്ത് കയ്യിലുള്ള വില്ല് മുറിച്ചപ്പോൾ വേറൊന്നെടുത്തിട്ട് വില്ല് മുറുക്കി. അപ്പം അതിനെയും ലക്ഷ്മണൻ 3 അമ്പ് കൊണ്ട് മുറിച്ചിട്ടു. മുറിഞ്ഞ വില്ലോടെ ആയുധമില്ലാതെ നിൽക്കുന്ന അവനെ തന്നെ അനേകം ശരങ്ങൾ അയച്ച് മുറിപ്പെടുത്തിയെന്നുള്ളൂ, വധിച്ചു എന്നായിട്ടില്ല. അനേകം അഴങ്ങളെ കൊണ്ട് ഛിന്നധന്വാനം ഏവാന്ന് അനേകം ബാണങ്ങളെ കൊണ്ട് മുറിപ്പെടുത്തിയെന്നേ പറഞ്ഞിട്ടുള്ളൂ ഇതിൽ കേട്ടോ. അനവധി ബാണങ്ങൾ അയച്ചിട്ട് വല്ലാതെ മുറിപ്പെടുത്തി. ആരെ? ഇന്ദ്രജിത്തിനെ. മരിച്ചു എന്ന് പറഞ്ഞില്ല, കൊന്നു എന്ന് പറഞ്ഞിട്ടില്ല. ഏതസ്മിന്നന്തരേ വീരോ ലക്ഷ്മണ പഞ്ചഭിശരൈഃ രാവണീഹ സാരഥിം സാശ്വം രഥം ച സമചൂർണയത് ചിച്ഛേദകാർമുകം തസ്യ ദർശയൻ ഹസ്തലാഘവം, അതായത് ഹസ്തലാഘവം ചെന്ന കൈവേഗത പ്രദർശിപ്പിച്ചുകൊണ്ട് സോന്യത്തു കാർമുകം ഭദ്രം സജ്യം ചക്രേ ത്വരാന്വിത വേഗം വേറൊരമ്പെടുത്തപ്പോൾ അതിനെയും എന്നിട്ട് പിന്നെ അനവധി ബാണങ്ങളെ കൊണ്ട് മേലുമുറിയിച്ചു. ത്വച്ചാപമപി ചിച്ഛേദ ലക്ഷ്മണസ്ത്രിഭിരാശുഗൈ തമേവ ഛിന്നധന്വാനം വിവ്യാധാനേകസായകൈഃ. അതായത് പിന്നെ മുറിഞ്ഞ വില്ലോടുകൂടി നിൽക്കുന്ന അവനെ അനേകം ബാണങ്ങൾ കൊണ്ട് പിന്നെയും മുറിപ്പെടുത്തി. പുനരന്യൽ സമാദായ കാർമുകം ഭീമവിക്രമ ഇന്ദ്രജിൽ ലക്ഷ്മണം ബാണൈ ശിതൈരാദിത്യസന്നിഭൈ ബിഭേദ ബിഭേദ വാനരാൻ സർവാൻ ബാണൈരാപൂരയൻ ദിശഃ. ഭീമവിക്രമ ഇന്ദ്രജിത്ത്, അതിപരാക്രമിയായിട്ടുള്ള ഇന്ദ്രജിത്ത് അന്യൽ കാർമുകം സമാദായ വേറൊരു വില്ലെടുത്ത് ആദിത്യസന്നിഭൈഹി നിശിതൈ ബാണൈ സൂര്യനെ പോലെ പ്രകാശിക്കുന്ന ഒരു അമ്പുകൊണ്ട് ലക്ഷ്മണം ബിഭേദ ലക്ഷ്മണനെ ഭേദിച്ചു. ബാണൈഹി ദിശ ആപൂരയൻ ബാണങ്ങൾ കൊണ്ട് ഹോൾ സ്ഥലം മുഴുവനെ അമ്പ് കൊണ്ട് നിറച്ചിട്ട് സർവാൻ വാനരാൻ ബിഭേദ വാനന്മാരൊക്കെ മുറിവേൽപ്പിച്ചു. ഒരു ചില്ലറക്കാരനല്ല ഇന്ദ്രജിത്തെ. ഭയങ്കര പരാക്രമമായിട്ടുള്ള ഇന്ദ്രജിത്ത് വേറൊരു വില്ലെടുത്തിട്ട് സൂര്യനെ പോലെ തിളങ്ങണ മൂർച്ചുള്ള അമ്പുണ്ട് ലക്ഷ്മണനെയും അവിടെ മുഴുവനെയും അമ്പുകൾ കൊണ്ട് നിറച്ചതിന് ശേഷം അനേകം ബാണങ്ങൾ ഉപയോഗിച്ച് സകല വാനരന്മാരെ ഒപ്പമുള്ള വാനന്മാരെയൊക്കെ മുറിപ്പെടുത്തി. പുനരന്യൽ സമാദായ കാർമുകം ഭീമവിക്രമ ഇന്ദ്രജിൽ ലക്ഷ്മണം ബാണൈ ശിതൈരാദിത്യസന്നിഭൈഃ ബിഭേദവാനരാൻ സർവാൻ ബാണൈരാപൂരയൻ ദിശഃ. ഇനി 44
43 ഒരു വരി 44. തത ഐന്ദ്രം സമാദായ ലക്ഷ്മണോ രാവണിം പ്രതി. 44. സന്ധായാഗൃഹ്യ കർണാന്തം കാർമുകം ദൃഢനിഷ്ഠുരം ഉവാച ലക്ഷ്മണോ വീര സ്മരൻ രാമപദാംബുജം. തതഃ ലക്ഷ്മണ, അതിനുശേഷം ലക്ഷ്മണൻ ഐന്ദ്രം സമാദായ, ഇന്ദ്രാസ്ത്രത്തെ എടുത്തിട്ട് ലക്ഷ്മണൻ ഇന്ദ്രാസ്ത്രം എടുത്തു. ദൃഢനിഷ്ഠുരം കാർമുകം, അതായത് ആ വളരെ ഉറപ്പും ഭയങ്കര കഠിനമായിട്ടുള്ള ആ വില്ലിനെ കർണാന്തം ആകൃഷ്യ, അതായത് നല്ലോണം വലിച്ച് നീട്ടിയിട്ട് വലിച്ചിട്ട് ചെവി വരെ വലിച്ച് നീട്ടിയിട്ട് രാവണിം പ്രതിസന്ധായ, ഇന്ദ്രജിത്തിനെ ലക്ഷ്യമാക്കിക്കൊണ്ട് രാമപാദാംബുജം സ്മരൻ വീരഹ ലക്ഷ്മണ ഉവാച. ശ്രീരാമൻ്റെ പാദങ്ങളെ ധ്യാനിച്ചുകൊണ്ട് ലക്ഷ്മണൻ ഇപ്രകാരം പറഞ്ഞു. എന്താണ്? അതിനുശേഷം ലക്ഷ്മണൻ ശരിക്കന്നെ തൻ്റെ കയ്യിലുള്ള ഏറ്റവും ശക്തിയുള്ള അസ്ത്രം എടുക്കാൻ തീർച്ചയാക്കി. ലക്ഷ്മണൻ ഇന്ദ്രാസ്ത്രം എടുത്തു. നല്ല ഉറപ്പും കഠിനവുമായിട്ടുള്ള ആ വില്ലിനെ കർണം, അതായത് ചെവി വരെ വലിച്ച് മുറുക്കി ഇന്ദ്രജിത്തിനെ ലക്ഷ്യമാക്കിക്കൊണ്ട് നിന്നു. എന്നിട്ട് ശ്രീരാമൻ്റെ പാദാരവിന്ദങ്ങളെ സ്മരിച്ചുകൊണ്ട് ലക്ഷ്മണൻ ഇപ്രകാരം പറഞ്ഞു. തത ഐന്ദ്രം സമാദായ ലക്ഷ്മണോ രാവണിം പ്രതി സന്ധായാഗൃഹ്യ കർണാന്തം കാർമുകം ദൃഢനിഷ്ഠുരം ഉവാച ലക്ഷ്മണോ വീരഃ സ്മരൻ രാമപദാംബുജം. ഈ 45, 46. ധർമാത്മാ സത്യസന്ധശ്ച, ഇത് വളരെ ഫേമസ് ആയിട്ടുള്ളൊരു ശ്ലോകമാണ് കേട്ടോ. ധർമാത്മാ സത്യസന്ധശ്ച രാമോ ദാശരഥിര്യധി ത്രിലോക്യാമപ്രതിദ്വന്ദ്വസ്തദേനം ജഹിരാവണിം ഇത്യുക്ത്വാ ബാണമാകർണ്യാദ്വിഗൃഹ്യ രാമജിഗ്മഗം ലക്ഷ്മണ സമരേ വീര സസർജേന്ദ്രജിതം പ്രതി. ദാശരഥി രാമ, ദശരഥപുത്രനായ രാമൻ, ധർമാത്മാ സത്യസന്ധഃ ത്രിലോക്യം അപ്രതിദ്വന്ദ്വഃ യതി, അതായത് ധർമാത്മാവും ദശരഥപുത്രനായിട്ടുള്ള രാമൻ ധർമാത്മാവും സത്യസന്ധനും ത്രിലോകത്തിൽ എതിരാളി ഒന്നും ഇല്ലാത്തവനും ആണെങ്കിൽ തദ് ഏവം രാവണിം ജഹി, എന്നാൽ ഈ രാവണപുത്രനെ നിഗ്രഹിച്ചാലും അമ്പുനോട് പറയാണ്, ഇന്ദ്രാസ്ത്രത്തിനോട് പറയുക. ഇതി ഉക്ത്വ എന്ന് പറഞ്ഞിട്ട് അജിഹ്മകം തം ബാണം, തൻ്റെ നേരെ സഞ്ചരിക്കുന്ന ആ ബാണത്തെ ആകർണാത് വിഗൃഹ്യ, കർണം വരെ ആകർഷിച്ചിട്ട് ഇന്ദ്രജിതം പതി, ഇന്ദ്രജിത്തിൻ്റെ നേരെ സമരേ വീരഹ ലക്ഷ്മണ സസർജ, യുദ്ധത്തിൽ വീരനായ ലക്ഷ്മണൻ വിട്ടു. എന്താ അറിയോ? ദശരഥപുത്രനായിട്ടുള്ള രാമൻ ധർമ്മസ്വരൂപനും സത്യസന്ധനും 3 ലോകത്തിലും എതിരാളിയും ഇല്ലാത്തവനും ആണെങ്കിൽ ചാൽ ഉറപ്പാണല്ലോ ഭഗവാൻ ധർമ്മസ്വരൂപനാണ് അല്ലേ. ഇത്രയൊരു മര്യാദ പുരുഷോത്തമനില്ല വേറെ. ധർമ്മസ്വരൂപനാണ്, സത്യസന്ധനാണ് അല്ലേ. അച്ഛനോടുള്ള സത്യമൊക്കെ നോക്കൂ, ഇത്രയും സത്യസന്ധതയുള്ള ആളില്ല. ധർമ്മസ്വരൂപനും സത്യസന്ധനും 3 ലോകത്തിലും ഒരു എതിരാളിയും ഇല്ലാത്ത ആളാണ് എൻ്റെ രാമൻ എങ്കിൽ ഹേ ഇന്ദ്രാസ്ത്രമേ, നീയ് ഈ രാവണന പുത്രനെ പോയി വധിച്ചാലും എന്ന അസ്ത്രത്തിനോട് പറഞ്ഞു. എൻ്റെ സഹോദരൻ രാമൻ ധർമ്മസ്വരൂപനും സത്യസന്ധനും ഈ 3 ലോകത്തിലും എതിരാളി ഇല്ലാത്തവനുമാണെങ്കിൽ ഹേ എൻ്റെ കയ്യിലിരിക്കുന്ന ഇന്ദ്രാസ്ത്രമേ, നീയെ ആ രാവണപുത്രനായിട്ടുള്ള ഇന്ദ്രജിത്തിനെ പോയി വധിച്ചാലും എന്ന് പറഞ്ഞിട്ട് ചെവി വരെ വലിച്ചു മുറുക്കിയിട്ട് ഇന്ദ്രജിത്തിൻ്റെ നേരെ യുദ്ധവീരനായിട്ടുള്ള ലക്ഷ്മണൻ ആ ദിവ്യാസ്ത്രം പ്രയോഗിച്ചു. ധർമാത്മാ, ഈ ഒരു 45-ാം ശ്ലോകം വളരെ പ്രസിദ്ധമാണ്. ധർമാത്മാ സത്യസന്ധശ്ച, അതായത് അതുവരെ ശ്രീരാമപാദാരവിന്ദങ്ങൾ സ്മരിക്കുന്നവരെ കൊല്ലാൻ സാധിച്ചില്ല. എപ്പോഴാണോ ലക്ഷ്മണൻ ശ്രീരാമപാദാബ്ദത്തെ സ്മരിച്ചുകൊണ്ട് യുദ്ധം ചെയ്തത് ഉടനെ ജയിച്ചു, ഉടനെ കൊല്ലാൻ പറ്റിയതാണ്. ധർമാത്മാ സത്യസന്ധശ്ച രാമോ ദാശരഥിർ രതി ത്രിലോക്യാമപ്രതിദ്വന്ദ്വസ്തദേനം ജഹിരാവണിം ഇത്യുക്ത്വാ ബാണമാകർണാദ്വിഗൃഹ്യ തമജിഗ്മഗം ലക്ഷ്മണ സമരേ വീരഃ സസർജേന്ദ്രജിതം പ്രതി. നേരെ അയച്ചു. പിന്നെയോ സശിരസ്ത്രാണം ശ്രീമജ്വലിതകുണ്ടലം പ്രമഥ്യേന്ദ്രജിത കായാൽ പാതയാമാസ ഭൂതലേ. സശര, ആ ശരം, ശ്രീമദ് ജ്വലിതകുണ്ടലം ഇന്ദ്രജിത ശിര,
നല്ല ശ്രീമത്തായിരിക്കുന്നതും ജ്വലിക്കുന്ന കുണ്ടലങ്ങളോടുകൂടിയതുമായ ഇന്ദ്രജിത്തിൻ്റെ ശിരസിനെ സശിരസ്ത്രാണം കിരീടത്തോടു കൂടും വണ്ണം കായാത് പ്രമഥ്യ ശരീരത്തിൽ നിന്ന് മുറിച്ചു അതായത് ഇന്ദ്രജിത്തിൻ്റെ തല മുറിച്ച് ഭൂതലേ പാതയാമാസ ഭൂമിയിൽ പതിച്ചു. അതായത് ആ ഇന്ദ്രാസ്ത്രം ശക്തിയേറിയിട്ടുള്ള ദിവ്യമായിട്ടുള്ള ഇന്ദ്രാസ്ത്രം അതിസൗന്ദര്യമുള്ളതും കുണ്ടലങ്ങൾ കൊണ്ട് തിളങ്ങുന്നതുമായ ഇന്ദ്രജിത്തിൻ്റെ ആ ശിരസിനെ കിരീടത്തോടുകൂടെ ശരീരത്തിൽ നിന്ന് വേർപെടുത്തിയിട്ട് ഭൂമിയിൽ വീഴ്ത്തി. അതായത് ഇന്ദ്രജിത്തിനെ കൊന്നു. ഇന്ദ്രജിത്തിൻ്റെ തല ആ ബാണം കൊണ്ട് അരിഞ്ഞ് വീഴ്ത്തി. സശല സശിരസ്ത്രാണം ശ്രീമജ്വലിതകുണ്ടലം പ്രമഥ്യേന്ദ്രജിതക്കായാൽ പാതയാമാസ ഭൂതലേ. ഇനി 48, 49, 50, 51. തത പ്രമുദിതാ ദേവാ കീർത്തയന്തോ രഘുത്തമം വവശ്യു പുഷ്പവർഷാണി സ്തുവന്തശ്ച മുഹുർമുഹു ജഹർഷചക്രോ ഭഗവാൻ സഹദേവൈർമഹർഷിഭിः ആകാശേപി ച ദേവാനാം ശുശ്രുവേദുന്ദുഭിസ്വനഃ വിമലം ഗഗനം ചാസീൽ സ്ഥിരാഭൂദ്വിശ്വധാരിണി നിഹതം രാവണിം ദൃഷ്ട്വാ ജയജൽപസമന്വിതഃ ശതശ്രമഃ സ സൗമിത്രിः ശംഖമാപൂരയദ്രണേ സിംഹനാദം തത കൃത്വാ ജ്യാശബ്ദമകരോദ്വിഭു. തത പ്രമുദിതാഹ ദേവഃ. അതിനുശേഷം സന്തോഷമായിട്ടുള്ള ദേവന്മാർ, അതായത് പ്രമുദിത എന്ന് പറഞ്ഞു, സന്തോഷിച്ച ദേവന്മാർ രഘുത്തമം കീർത്തയന്തം, അതായത് ശ്രീരാമനെ കീർത്തിക്കുന്നവരും മുഹുമുഹു സ്തുവന്തഃ വീണ്ടും വീണ്ടും സ്തുതിക്കുന്നവരുമായിട്ട് പുഷ്പവർഷാണി മുമുചു പുഷ്പവർഷങ്ങൾ വർഷിച്ചു, പുഷ്പം വർഷിച്ചു. ഭഗവാൻ ശക്രഹ ഇന്ദ്രനോ, ശക്രൻ ഇന്ദ്രൻ ദേവൈഹി മഹർഷിഭിഹി സഹ ജഹർഷ ദേവന്മാരോടും മഹർഷിമാരോടും കൂടി സന്തോഷിച്ചു. ആകാശ ദേവാനാം ദുന്ദുഭിസ്വനഃ ശുശ്രുവേ. ആകാശ ദേവന്മാരൊക്കെ ദുന്ദുഭി ശബ്ദം മുഴക്കി. ഗഗനം വിമലം ആസേച്ചാൽ ആകാശം നിർമ്മലമായി. വിശുധാരിണി സ്ഥിര അഭൂത് ഭൂമിക്കോ സന്തോഷമായിട്ട് സ്ഥിരമായി ഭവിച്ചു. രാവണിം നിഹതം ദൃഷ്ട്വ ഇന്ദ്രജിത്ത് കൊല്ലപ്പെട്ടവനായി കണ്ടിട്ട് ജയജൽപ സമന്വിത ജയശബ്ദത്തോടു കൂടിയ സ സൗമിത്രി ആ സുമിത്രാപുത്രൻ ചൽ ലക്ഷ്മണൻ സന്തോഷമായി. ജയ് ശ്രീരാം ജയ് ശ്രീരാം എന്ന് പറയണ്ടേ. ഗതശ്രമ രണേ ശംഖം ആപൂരയത്. എന്നിട്ട് സമാധാനമായിട്ട്, അതായത് ഇനി ശ്രമമൊന്നും വേണ്ടല്ലോ, അതായത് എഫർട്ടൊക്കെ കഴിഞ്ഞുല്ലോ, ശ്രമമൊക്കെ കഴിഞ്ഞിട്ട് രണത്തിൽ ആ യുദ്ധരംഗത്ത് ശംഖ് ഉറക്കെ മുഴക്കി അതാണ് ജയഭേരി. തഥസിംഹാസനം കൃത്വ അതിനുശേഷം സിംഹനാദം കൃത്വ അത് കഴിഞ്ഞിട്ട് ഉറക്കെ സിംഹനാദം ഗർജിച്ചുകൊണ്ട് വിഭുഹു ജ്യാശബ്ദം അകരോത് സമർത്ഥൻ എന്ത് ചെയ്തു, ആ ജ്യാശബ്ദം ഞാണം വലിച്ചിട്ട് ശബ്ദം ഉണ്ടാക്കി. എന്താ പറയുന്നത് വെച്ചാൽ ഇന്ദ്രജിത്തിൻ്റെ തല ഇങ്ങനെ ആ ഇന്ദ്രാസ്ത്രം കൊണ്ട് വെട്ടി ഭൂമിയിൽ വീണപ്പോൾ സന്തോഷിച്ച ദേവന്മാർ ലക്ഷ്മണൻ്റെ യുദ്ധത്തിൻ്റെ കഴിവിനെയൊക്കെ പാടി പുകഴ്ത്തും പിന്നെയും അവർ സ്തുതിക്കുകയും ചെയ്തുകൊണ്ട് പുഷ്പവൃഷ്ടി ചെയ്തു. ഭഗവാൻ ദേവേന്ദ്രനും ദേവന്മാരും മഹർഷിമാരും ഒക്കെ സന്തോഷിച്ചു. ദുഷ്ടനല്ലേ കൊല്ലപ്പെട്ടത്. ദേവന്മാർ ചെയ്ത വാദ്യങ്ങൾ ആകാശത്ത് ശരിക്കും ആകാശം ദേവവാദ്യങ്ങളാൽ മുഖരിതമായി. പിന്നെയോ ആകാശം നല്ല നിർമ്മലമായി. ഇതുവരെ ഉണ്ടായിരുന്ന രാക്ഷസന്മാരുടെ ആ വല്ലാത്ത അനവധി രാക്ഷസന്മാരെ കൊന്നൂലോ. അപ്പോൾ അത് കാരണം ഭൂമിദേവിക്ക് ഭാരം വളരെ കുറഞ്ഞിട്ട് ആശ്വാസമായി. ഇന്ദ്രജിത്തിനെ വധിച്ചത് കണ്ട് ദേവന്മാർ ചെയ്ത ജയ ജയ ശബ്ദത്തെ കേട്ട ലക്ഷ്മണൻ്റെ ക്ഷീണമൊക്കെ മാറിയെന്ന്. എല്ലാവരും ജയ് ശ്രീരാം അല്ലെങ്കിൽ ജയ് ലക്ഷ്മണ എന്ന് പറയുന്നുണ്ട്. ലക്ഷ്മണനെയും ജയ് പറയുന്നുണ്ട്. അത് കേട്ടപ്പോൾ തന്നെ ദേവന്മാരുടെ ഈ ജയ് എന്നുള്ള വിളി കേട്ടപ്പോൾ തന്നെ വളരെ ക്ഷീണിച്ചിരുന്നു. പക്ഷെ ആ ക്ഷീണമൊക്കെ മാറി ഉത്സാഹം തോന്നി മനസ്സിന്. യുദ്ധഭൂമിയിൽ വേഗം ശംഖെടുത്തിട്ട് ഉറക്കം മുഴക്കി വിജയഭേരി സിംഹഗർജനം ചെയ്തുകൊണ്ട് ഞാണൊലി മുഴക്കി എന്നാണ് ഇതിൽ പറഞ്ഞത്. അപ്പം നമുക്ക്
അതായത് ഇന്ദ്രജിത്തിൻ്റെ വധം കഴിഞ്ഞു. എന്നിട്ട് ഇവിടെ നിർത്താം നമുക്ക്. ഞാൻ ഈ 4 ശ്ലോകം ആദ്യം വായിച്ചിട്ട്. തത പ്രമുദിതാ ദേവാഹ കീർത്തയന്തോ രഘുത്തമം. ദേവന്മാരൊക്കെ ഈ രഘുത്തമനെ വാഴ്ത്തി. വവർഷു പുഷ്പവർഷാണി സ്തുവന്തശ്ച മുഹുർമുഹു. പുഷ്പവൃഷ്ടി ചെയ്തു, വീണ്ടും വീണ്ടും സ്തുതിച്ചു. ജഹർഷ ചക്രോ ഭഗവാൻ. ഇന്ദ്രൻ സന്തോഷിച്ചു. സഹദേവൈർമഹർഷിഭി. ബാക്കി ദേവന്മാരോടും മഹർഷിമാരോടും കൂടി സന്തോഷിച്ചു. ആകാശേപിച്ച ദേവാനം ശുശ്രുവേ ദുന്ദുഭിസ്വന. ആകാശത്തെ ദേവവാദ്യങ്ങളെ മുഴക്കി. വിമലം ഗഗനം ചാസിൽ സ്ഥിരാഭൂത് വിശ്വധാരിണി. ഭൂമിക്ക് ഭാരം കുറഞ്ഞിട്ട് സന്തോഷമായി, ആശ്വാസമായി. നിഹതം രാവണിം ദൃഷ്ട ജയദൽപസമന്വിത. അതായത് ഇന്ദ്രജിത്ത് മരിച്ചു വീണപ്പോൾ എല്ലാവരും ജയ ജയ ശബ്ദം മുഴക്കിയപ്പോൾ ഗതശ്രമ, അതായത് ക്ഷീണമൊക്കെ മാറിയിട്ട് സൗമിത്രി ലക്ഷ്മണനെ ശംഖമാപൂരയദ്രണേ. യുദ്ധരംഗത്തിൽ ഉറക്ക ശംഖ് വിളിച്ചു. സിംഹനാദം തഥകൃത്വ. എന്നിട്ട് സിംഹനാദം ഉണ്ടാക്കി. ജാശബ്ദമകരോദ് വിഭു. ജയശബ്ദം ഞാണൊലി മുഴക്കി. ജാശബ്ദം, അതായത് സിംഹനാദം ചെയ്തുകൊണ്ട് ഞാണൊലിയും മുഴക്കി. അതായത് നല്ല ജയിച്ചതിൻ്റെ ഒരു സന്തോഷം ഒക്കെ പ്രകടിപ്പിച്ചു എന്ന് പറഞ്ഞ് നമുക്കിവിടെ നിർത്താം. ശ്രീകൃഷ്ണാർപ്പണമസ്തു. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ശ്രീ സീതാലക്ഷ്മണ ഭരതശത്രുഘ്ന ഹനുമൽ സമേത ശ്രീരാമചന്ദ്രസ്വാമിനി നമ. ഗുരുവായൂരപ്പ ശരണം.